ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലത്തെ പുതിയ കുറച്ച് ഹോട്ട് വീൽസ് മോഡൽസ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പൊ ഈ കാണുന്നതാണ് ഗായ്സ് നമ്മുടെ മോഡൽസ്. ഇതെല്ലാം ഇമ്പോർട്ടഡ് കാർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉള്ള വരുന്ന മോഡൽസുകൾ ഏതെന്ന് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫോർഡ് മസ്താങ് ആണ്. ഇതൊരു ഷെൽബി എഡിഷൻ ആണ് GT500. അപ്പോൾ നിങ്ങൾക്കൊരു ഫോർഡ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കാർ ഭയങ്കര ഇഷ്ടമാവും. നിങ്ങൾക്ക് കൂടുതൽ കുറച്ച് ഷെൽബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായില്ല. ഫോർഡ് വേഴ്സസ് ഫെറാറി മൂവി കണ്ട എല്ലാവർക്കും അറിയുന്നതാണ്. അവരുടെ ഒരു റൈവലറി ആ ഒരു കാലഘട്ടത്തിലെ ഒരു പെട കാർ തന്നെയായിരുന്നു ഫോർഡ് മസ്താങ്. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ്റെ ഒരു കാറാണ് ഇത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോർഷെ 911 GT3 RS ആണ്. ഇതും അത്യാവശ്യം നല്ലൊരു മോഡലാണ്. എനിക്ക് പോർഷെ കാറുകൾ ലാമാൻസിൽ ഉണ്ടാക്കിയ റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോർഷെ കാർസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നത്തെ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അഗെയിൻ നമ്മുടെ GTR ജാപ്പനീസ് ഗോഡ്സില. അപ്പോൾ നമ്മുടെ GTR എന്ന് പറഞ്ഞാൽ ഇത് ഹോട്ട് വീൽസിന്റെ സിൽവർ എഡിഷൻ ആണ്. അതുമാതിരി തന്നെ നെക്സ്റ്റും ഒരു ജാപ്പനീസ് കാറാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കണം ഇതൊരു ടൊയോട്ട സൂപ്രയാണ് ഗൈസ്. സോ ഇത് അത്യാവശ്യം നല്ലൊരു കാറാണ്. എനിക്ക് ജെഡി കാർസ് എന്താ അറിയില്ല, എനിക്ക് വളരെ ക്രേസാണ്. അപ്പോൾ ഇതും ഒരു അടിപൊളി കാറാണ്. ഇത് ഹോട്ട് വീൽസിന്റെ സിൽവർ എഡിഷനിൽ തന്നെ വരുന്നതാണ്. ലാസ്റ്റ് വൺ ഇതൊരു 2001 BMW M5 ആണ്. എനിക്ക് BMW ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് കാറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ M4 ആണ് പറയുള്ളൂ. പക്ഷേ M5 എനിക്ക് താല്പര്യമുണ്ട്. M4 CS ആണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാറ്. കാരണം എനിക്ക് അതൊരു എല്ലാവരും അങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബേസിക്കലി എല്ലാവരും M3 M2 M5ലേക്കാണ് പോകുന്നത്. M4 ആരും ഇങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. സോ എൻ്റെ ഒരു ഇഷ്ടമുള്ള ഒരു കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BMW M4 ആണ്. സോ ഈ ഒരു M5 കൂടി നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നു. M4ന് പകരം M4 നമുക്ക് കിട്ടുമെന്ന് നോക്കാം. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ ഫാമിലി പതിയെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു 500 നമുക്ക് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് പറയുന്നത്. അതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സോ കട്ടയ്ക്ക് കൂടുതൽ അങ്ങനെ കുറച്ച് ചങ്കല കിട്ടി. അപ്പോൾ 400 പേരെന്ന് പറഞ്ഞാൽ അത് വലിയൊരു സമൂഹമാണെന്ന് ഞാനും മനസ്സിലാക്കുന്നു. സോ ഗായ്സ്, നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.